സ്റ്റെപ്പ് വരെ ഓടിച്ചെന്നു കഴിഞ്ഞാണ് സേതി നിലയെ ഓർത്തത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ആള്. തിരിച്ചു നടക്കാൻ ഒരുങ്ങും മുന്നേ വൃന്ദ ഓടി വന്ന് കയ്യിൽ പിടിച്ചിരുന്നു. എത്ര നേരമായി നോക്കിയിരിക്കുന്നേ? നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ? സേതി അവളുടെ കയ്യിൽ പിടിച്ച് തിരക്കി. കുറച്ച് നേരമായി. സേതുവും ആൻറ്റിയും ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു. ഇപ്പോൾ വന്നുള്ളൂ. വൃന്ദ സംസാരിച്ച് നിൽക്കലെ വനജയും ശ്വേതയും അകത്തുനിന്ന് വന്നു. വന്നോ നിങ്ങൾ? എവിടെ നീള? ആ കുട്ടി കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ശ്വേത പുറത്തേക്ക് എത്തി നോക്കി. ദാ വരുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഓടി വന്നതാ. അവൻ പറഞ്ഞില്ലേ ഞങ്ങൾ വരുന്നത്? ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ ചിത്തിനോട്, വനജ പറഞ്ഞു. നില പറഞ്ഞത് ശരിയാ, ചിത്തേട്ടൻ ഫുൾ ഉഡായിപ്പാണ്. കാറിൽ നിന്ന് ഇറങ്ങുന്ന വിഷയത്തിനെ നോക്കി സേതി മനസ്സിൽ പറഞ്ഞു. ബാഗുമായി ഇറങ്ങി വരുന്ന നിലയെ കണ്ട് സേതി വേഗം ഓടിച്ചെന്നു. കുറേ ആളുകളുണ്ടോടി ഇവിടെ? ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന വനജയെയും ശ്വേതയെയും വൃന്ദയെയും കണ്ട് നില തിരക്കി. ഇല്ലടി, ജിത്തേട്ടൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. ജിത്തേട്ടന് അറിയായിരുന്നോ ഇവർ വരുന്നത്? മനഃപൂർവ്വം പറയാതിരുന്നതാ. സേതി ബാഗ് അവളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇങ്ങേര് മൊത്തം ഉടായിപ്പാണെന്ന്. സേതി മൂളി. വൃന്ദ അപ്പോഴേക്കും ഇറങ്ങി വന്നിരുന്നു. വിശ്വത്ത് വൃന്ദയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഹായ്. വൃന്ദ വേഗം നിലയ്ക്ക് അടുത്തേക്ക് വന്നു. നിളെ, ഇത് വൃന്ദ, ജിത്തേട്ടൻ്റെ അനിയത്തിയാണ്. നില ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ആൻറ്റി പറഞ്ഞിരുന്നു സേതി ചേച്ചിയുടെ കൂടെ ഫ്രണ്ട് കൂടി ഉണ്ടെന്ന്. വാ. ദേ, ഇത് അപ്പച്ചി, ഇതെൻ്റെ അമ്മ. അകത്തേക്ക് കയറും മുന്നേ കാത്തു നിന്നവരെ നിലയ്ക്ക് പരിചയപ്പെടുത്തി. അകത്തേക്ക് വായോ പിള്ളേരെ, എന്നിട്ടാവാം സംസാരം, വനജ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളൂ. പിന്നൂരി ഇടുപ്പിലേക്ക് കുത്തിവെച്ച സാരി തലപ്പ് കണ്ട് സേതി ശ്വേതയോട് തിരക്കി. വന്നുള്ളൂടി. ഞാൻ സാരിമായിട്ട് വരാടി. നീ സേതുവിനെ കണ്ടിട്ട് വാ. എന്നിട്ട് ആ കുട്ടിയെ കൂടി വിളിച്ചിട്ട് വാ. അപ്പച്ചി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സേതു നിലയെ വിളിച്ച് സേതുവിൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ വിശ്വജിത്തിൻ്റെ അച്ഛനും അവനും സേതുവിൻ്റെ ഒരു ഫ്രണ്ടുമുണ്ട്. എങ്ങനെയുണ്ടടാ? ഡോക്ടർ എന്ത് പറഞ്ഞു? സേതി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. കുറച്ച് ദിവസം ഈ കിടപ്പ് വേണ്ടി വരും, അവനൊരു ചിരിയോടെ പറഞ്ഞു. വളരെ നിഷ്കളങ്കത നിറഞ്ഞ ചിരിയോടെയാണ് അവൻ്റെ സംസാരം. നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് വിശ്വജിത്തിൻ്റെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. ഇതെൻ്റെ ഫ്രണ്ടാണടാ, നിള. അവൻ നിലയെ നോക്കി അറിയാമെന്ന പോലെ തലയനക്കി ചിരിച്ചു. അപ്പോഴേക്കും വനജ എല്ലാവർക്കും ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു. വേഗം കുടിച്ചിട്ട് ഡ്രസ് മാറി വായോ, എന്നിട്ട് കഴിക്കാം, നേരം കുറച്ചായി. വിശ്വജിത്തും സേതുവിൻ്റെ ഫ്രണ്ട്സും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സേതി അവൻ്റെ കാലിലും കൈയിലുമൊക്കെ ഒന്ന് തടവി നോക്കി. ഒന്നുമില്ല ചേച്ചി, ശ്രദ്ധിക്കാതെ നടന്നപ്പോൾ പറ്റിയതാ. അവളുടെ വിഷമം കണ്ട് സേതു കുഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നില അവൻ്റെ ആ ചിരി നോക്കി നിന്നുപോയി. വളരെ പതിഞ്ഞ ശാന്തമായ സംസാരവും ആ ചിരിയും ആരെയും പിടിച്ചു വയ്ക്കും. സൗരവിനോടുള്ള അതേ ഇഷ്ടം അവൾക്ക് സേതുവിനോട് തോന്നി. അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് സൗരവ്. അവനെ അടുത്ത് കിട്ടുന്നത് അപൂർവമാണ്. എന്നാലും ഒന്നിച്ചു കിട്ടുന്ന സമയം ഒരകൽച്ചയും കൂടാതെ ഇടപഴകാറുണ്ട്. നിങ്ങൾ വേഷം മാറി വാ, ഊണ് കഴിക്കാം. വാ മോളെ. ശ്വേത വന്ന് അവരെ വിളിച്ചു. സേതുവിന് കഴിക്കാനോ അമ്മേ? അവന് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തോളാം. ശരത്ത് അന്വേഷിച്ചിരുന്നു. പാലിയേറ്റീവ് നിന്ന് വീൽ ചെയർ കിട്ടും. അവൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാ നിളെ. സേതി നിലയെക്കുട്ടി റൂമിലേക്ക് പോയി. നില വേഗം ബാത്റൂമിൽ കയറി ഡ്രസ്സ് മാറി വന്നു. ഒരു ലൂസ് പാൻറ്റും ടീഷർട്ടുമാണ് സേതി അവൾക്കിടാൻ എടുത്തു വച്ചിരുന്നത്. നീ അങ്ങോട്ട് ചെല്ല്, വൃന്ദയുണ്ടാകും അവിടെ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. സേതിയുടെ മുറിയിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. കൈ കഴുകി വായോട്ട മോളെ. ടേബിളിൽ ഫുഡ് എടുത്ത് വെക്കുന്ന വനജ അവളെ കണ്ടു പറഞ്ഞു. ആൻറ്റി, സേതി വരട്ടെ. നില ചുറ്റുമൊന്ന് നോക്കി ലിവിങ് റൂമിലേക്ക് നടന്നു. ശരിക്കും ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും ഒറ്റ സ്പേസിലാണ് വരുന്നത്. അതിൻ്റെ രണ്ടിനെയും തിരിക്കുന്നത് നടുവിലുള്ള ആർച്ച് ഷേപ്പാണ്. പിന്നെ കർട്ടനും യൂസ് ചെയ്തിട്ടുണ്ട്. 3 മുറികളാണുള്ളത്. ലിവിങ് സ്പേസിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റെയറും എടുത്തിട്ടുണ്ട്. അവിടെയെങ്ങും ആരെയും കാണാതെ നിലപ്പുറത്തേക്ക് ഇറങ്ങി നോക്കി. ഗേറ്റിനടുത്ത് വിശ്വജിത്തും അച്ഛനുമുണ്ട്. സേതുവിൻ്റെ ഫ്രണ്ട്സിനെ യാത്രയാക്കാണ്. സിറ്റൗട്ടിൽ നിന്നാൽ കുറച്ച് നീങ്ങിയുള്ള ശരത്തിൻ്റെ വീട് കാണാം. ഏകദേശം സേതിയുടെ വീടിൻ്റെ മോഡൽ തന്നെയുള്ള 2 നില വീടാണ്. 2 വീടിനും ഇടയിൽ മതിൽ കെട്ടി തിരിച്ചിട്ടില്ല. പക്ഷേ 2 വീട്ടിലേക്കും 2 ഗേറ്റ് വരുന്ന വിധം ചുറ്റുമതിൽ ഉയർത്തി കെട്ടിയിട്ടുണ്ട്.
നിളയെ ഒറ്റയ്ക്ക് പുറത്ത് കണ്ട് വിശ്വജിത്ത് മുഖമുയർത്തി എന്താ എന്ന് തിരക്കി. അവൾ ഒന്നുമില്ലെന്ന് ചുമൽക്കുച്ചി അകത്തേക്ക് തിരിച്ചു നടന്നു. അവൾ മാറിയിറങ്ങിയില്ലേ? മോളിങ് വായോ, ഇവിടെ വൃന്ദയും ആതിരയും ഉണ്ട്. ശ്വേത അവളെ അടുക്കളവശത്തേക്ക് വിളിച്ചു. അടുക്കള കഴിഞ്ഞു ഗ്രില്ലിട്ട വർക്കേരിയയിൽ വൃന്ദയും ആതിരയും ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ചേച്ചി വായോ. നിളയെ കണ്ട് വൃന്ദ അടുത്തേക്ക് വിളിച്ചു. ഇത് ശ്വേതാൻ്റിയുടെ അനിയൻ ശരത്തങ്ങളുടെ വൈഫാണ് കേട്ടോ. ആതിരയെ വൃന്ദ നിളയ്ക്ക് പരിചയപ്പെടുത്തി. എനിക്കറിയാം, സേതി എല്ലാവരുടെയും വിശേഷം പറയാറുണ്ട്. ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട്. നില അവർക്കൊപ്പം ഇരുന്നു. മോളെക്കുറിച്ചും അവളിവിടെ വന്ന് പറയാറുണ്ട്. ഇപ്പോൾ സേതിയുടെ കൂടെ ഹോസ്റ്റലിലാണല്ലേ? ചാരുവും മയ്യും എവിടെ? ശരത്തിൻ്റെയും ആതിരയുടെയും മക്കളാണ് ചാരുതയും ചിന്മയും. ചാരുത 3ലും ചിന്മയ 1ലും പഠിക്കുന്നു. അവരുടെ ടിവിയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ഞാനിങ്ങ് പോകുന്നത് കണ്ടിട്ടില്ല, ആതിര ചിരിയോടെ പറഞ്ഞു. സേതി പറയാറുണ്ട് അവരെപ്പറ്റി. കുറുമ്പികളാണ് രണ്ടും. നിങ്ങൾ കഴിച്ചിട്ട് അങ്ങോട്ട് വായോ. ഞാൻ ശ്വേതച്ചിലയിൽ കുറച്ച് കറി കൊണ്ട് കൊടുക്കാൻ വന്നതാ. എല്ലാവരും ഉള്ളതല്ലേ. ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വായോട്ടാ. ആതിര ഒന്നുകൂടി അവരെ അങ്ങോട്ട് വിളിച്ച് അടുക്കള വഴി അവരുടെ വീട്ടിലേക്ക് നടന്നു. വിശ്വജിത്തും അച്ഛനും അകത്തേക്ക് വന്നതോടെ എല്ലാവരും കൂടി കഴിക്കാനിരുന്നു. നിളയും വിശ്വജിത്തും വരുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പാചകമൊക്കെ ചെയ്തു വച്ചിട്ടാണ് ശ്വേത സേതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത്. വിശ്വജിത്തിനും അച്ഛനും ഓപ്പോസിറ്റായിട്ടാണ് നിളയും സേതുവും ഇരുന്നത്. അറ്റത്തുള്ള ചെയറിൽ വൃന്ദയും ഇരുന്നു. ശ്വേത സേതുവിനുള്ള ഭക്ഷണം റൂമിലേക്ക് കൊണ്ടുപോയി. വനജ ശ്വേതയ്ക്കൊപ്പം ഇരുന്നോളാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് നിന്നു. കഴിക്കുന്നതിനിടയിൽ സേതിയുടെ നോട്ടം വിശ്വജിത്തിൽ ആയിരുന്നു. അവൻ ഇടയ്ക്കും തലയ്ക്കും നിളയെ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ ശ്രദ്ധ മുഴുവനും കഴിപ്പിൽ തന്നെ. ഇത് വല്ലതും നടക്കുമോ? സേതി ഒന്ന് നെടുവീർപ്പിട്ടു. സേതിയുടെ നോട്ടവും നെടുവീർപ്പും കണ്ട് വൃന്ദ ചിരി ഒതുക്കി. കുറച്ചു നേരമായി സേതിയെ തന്നെ നോക്കുകയെന്ന വൃന്ദയ്ക്ക് പലതും കത്തി. ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.